അപ്പോൾ ഈ നികുതിയിൽ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ടാക്സും ഉണ്ട്, ആ, സെൻട്രൽ ടാക്സും ഉണ്ട്. ഉണ്ട്. അതായത് സംസ്ഥാന നികുതിയുണ്ട്, ആ, കേന്ദ്ര നികുതിയുണ്ട്. ആ. ഇതെങ്ങനെയായിരിക്കും? ഇത് 50-50 ആയിരിക്കുമോ, അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള? അല്ല, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സും പോകുന്നത് കേന്ദ്രത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഇതിൻ്റെ നികുതിയൊക്കെ പോകുന്നത് കേന്ദ്രത്തിലേക്കാണ്. പക്ഷേ ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ലോട്ടറി നികുതി യിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതായത് ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന വരുമാനം, ആ വരുമാനം ആ, അതായത് റവന്യൂ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ആകുന്നു. ആ റവന്യൂവിൽ നിന്നാണ് നമുക്കറിയാം ഈ കാരുണ്യ ലോട്ടറിയുടെ ഒക്കെ ചെലവുകൾ നടത്തുന്നത്. അതായത് കാരുണ്യ ലോട്ടറിയിലെ സ്കീമിൽ പെട്ട ഹോസ്പിറ്റൽസിന് അവർ നടത്തുന്ന അതായത് 5 പ്രധാനപ്പെട്ട രോഗം, അതായത് ഹൃദയത്തെ, അതുപോലെ ലിവറിനെ, കിഡ്നിയെ ഒക്കെ ബാധിക്കുന്ന വളരെ മാരകമായ രോഗങ്ങൾ, ഏറ്റവും ചെലവേറിയ രോഗങ്ങൾ, അങ്ങനെയുള്ള രോഗങ്ങളുടെ ചികിത്സാർത്ഥം പാവപ്പെട്ട രോഗികൾക്ക് ഇൻഷുറൻസ് കൊടുക്കുകയാണ് കാരുണ്യ ലോട്ടറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പം തന്നെ 1500 കോടി രൂപയോളം ഗവൺമെൻറ് ഈ പറയപ്പെട്ട ആശുപത്രികൾക്ക്, ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട്. ഈ നികുതി അടച്ച രസീതുകൾ അയാളുടെ ജീവനെ പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഒരു തരത്തിലും നഷ്ടപ്പെട്ടു പോകാൻ ഇടവരുത്തരുത്. കാരണം ആ രസീതോടു കൂടി വേണം ഈ പണം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ചെല്ലാൻ. അപ്പോൾ ഈ രസീത് കാണിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ നികുതി പിരിക്കില്ല. അവർ ആ എമൗണ്ട്, കാരണം ഓൾറെഡി നികുതി ഒടുക്കിയതാണ്, ആ എമൗണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ്. ഇനി അതിൽ നിന്നെടുത്ത് വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ, അവരും ചോദിക്കും അതിൻ്റെ നികുതി. അപ്പം നികുതി ചോദിക്കും, നികുതി അടച്ചതാണ് എന്ന് പറഞ്ഞ് രസീതെടുത്ത്. അപ്പം ഈ പണത്തിൻ്റെ പരിപാടി പൂർണ്ണമായിട്ട് തീരുന്നവരെ ഈ രസീതുകൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. നിലവിൽ നമുക്ക് ബമ്പർ അടിച്ചിട്ടുള്ള ടിക്കറ്റ് കീറിപ്പോവുകയോ നഷ്ടമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിന് ബമ്പർ അടിച്ചിട്ടുള്ള ആ തുക പിന്നീട് എന്ത് ചെയ്യും ലോട്ടറി വകുപ്പ്? ലോട്ടറി വകുപ്പിന് അത് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 500 രൂപ നോട്ടോ 1000 രൂപ നോട്ടോ ഒക്കെ കീറിപ്പോവുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് മനസ്സിലായി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അത് റിസർവ് ബാങ്കിൻ്റെ കൗണ്ടറിൽ കൊണ്ടുചെല്ലണം. അതുപോലെ ടിക്കറ്റ് ഏതെങ്കിലും കാരണവശാൽ കീറിപ്പോയിട്ടുണ്ടെങ്കിൽ അയാളത് സുതാര്യമായിട്ട് ലോട്ടറി വകുപ്പിൽ എത്തിക്കുക. ലോട്ടറി വകുപ്പിന് ഇത് യഥാർത്ഥ ടിക്കറ്റാണ്, അതിന് പകരം വേറെ ടിക്കറ്റ് വരുന്നുമില്ല എന്നോർക്കണം. വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വേറൊരു ടിക്കറ്റ് വന്നാൽ, ഇവിടെ അങ്ങനെയും കേരളത്തിൽ നടന്നിട്ടുണ്ട്. ലോട്ടറീസിൻ്റെ ടിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ടിക്കറ്റുകൾ അടിക്കുകയും അത് പിന്നെ ബോംബെയിലുള്ള താനയിലൊക്കെ, അതായത് താനയുമായിട്ട് ബന്ധപ്പെടുത്തി ലോട്ടറീസ് വകുപ്പ് തന്നെ കള്ളത്തരം കാണിച്ച കേസസ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന ഭയം കൊണ്ട് ലോട്ടറീസിൻ്റെ ഡയറക്ടറെ ഇത് കൊണ്ടേ കാണിക്കുമ്പോൾ തന്നെ അത് സുതാര്യമായിരിക്കണം. ഇതറിയാതെ കീറിപ്പോയി എന്നുള്ള മട്ടിൽ പകരം വേറൊരു ടിക്കറ്റ് വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി വകുപ്പിന് ആ ടിക്കറ്റ് പരിഗണിക്കേണ്ടി വരും. ആ ടിക്കറ്റിന് തന്നെ പ്രൈസ് കൊടുക്കേണ്ടിയും വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.